വിതച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കരുത്താർജിച്ച ആലപ്പുഴയുടെ മണ്ണിലേക്ക്. പാർലമെന്റിലേക്ക് ഇടതുപക്ഷത്തെ മുറുകെ പിടിച്ച പാരമ്പര്യം മണ്ഡലത്തിനില്ല. നിയമസഭയിലേക്ക് പലപ്പോഴും ഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ആലപ്പുഴ ദില്ലിയിലേക്ക് ഇരു കക്ഷികളെയും മാറി മാറി അയച്ചതാണ് ചരിത്രം. 2019 പൊതു തെരഞ്ഞെടുപ്പിലും ജനവിധി വേറിട്ട് നിന്നു. ആഞ്ഞടിച്ച UDF തരംഗം അതിജീവിച്ച് AM ആരിഫ് ദില്ലിക്ക് വണ്ടി കയറിയതും ചരിത്രം. ാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്നത്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ. മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന 12 തെരഞ്ഞെടുപ്പുകളിൽ 8ലും UDFനൊപ്പം ആലപ്പുഴ നിലയുറപ്പിച്ചു. 1977 VM സുധീരനാണ് പാർലമെന്റിലെത്തിയത്. 1980 CPIMന് വേണ്ടി സുശീല ഗോപാലൻ മണ്ഡലം തിരിച്ചുപിടിച്ചു. 1984ലും 89ലും കോൺഗ്രസിലെ വക്കം പുരുഷോത്തമനായിരുന്നു വിജയം. 1991 CPIയിലെ TJ ആഞ്ചലോസ് മണ്ഡലത്തെ ഇടതുപാളയത്തിലേക്ക് എത്തിച്ചു. 96 ആലപ്പുഴ VM സുധീരൻ തിരികെ പിടിച്ചു. 2004 വരെ VM സുധീരൻ ആലപ്പുഴയെ നയിച്ചു. 2004 KS മനോജിന്റെ അട്ടിമറി ജയത്തിലൂടെ ആലപ്പുഴയിൽ വീണ്ടും ചെങ്കൊടി പാറി. 2009ലും 2014ലും മണ്ഡലം KC വേണുഗോപാലിലൂടെ കോൺഗ്രസിനൊപ്പം നിന്നു. 2019 KC വേണുഗോപാൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറി. UDF തരംഗത്തെ അതിജീവിച്ച് AM ആരിഫിലൂടെ ഇടതുപക്ഷം സ്വന്തമാക്കിയ ഏക സീറ്റായിരുന്നു ആലപ്പുഴ. കനൽ ഒരു തരി മതി എന്ന ടാഗ് ലൈനോടെ ആരിഫിന്റെ ഒറ്റപ്പെട്ട വിജയം LDF ആഘോഷമാക്കി. 5 വർഷത്തിനിപ്പുറവും കനൽ അണഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കണം. അഭിമാന പോരാട്ടമാണ് ഇത്തവണ ഇടതുമുന്നണിക്ക്. കൈവിട്ടുപോയ സീറ്റ് തിരികെ പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. മുൻ തെരഞ്ഞെടുപ്പുകളിൽ 50,000-ൽ താഴെയായിരുന്നു വോട്ട് നില. 2019 1,87,729 ഉയർത്താൻ BJPക്കായി. ഹിന്ദു വോട്ടുകൾ അനുകൂലമാക്കാനും തീരദേശ വോട്ടുകളും ലക്ഷ്യമിട്ട് ധീവര സമുദായത്തിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് BJP ഇത്തവണ രംഗത്തിറക്കിയത്. ഇത്തവണയും ആലപ്പുഴയിൽ മികച്ച പ്രകടനം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. വിപ്ലവ, ജനാധിപത്യ, നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ചരിത്രം ഏറെ പറയാനുണ്ട് ആലപ്പുഴയ്ക്ക്. രാഷ്ട്രീയത്തിനപ്പുറമുള്ള സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും പലതവണ തെറ്റിച്ചിട്ടുമുണ്ട് ആലപ്പുഴ. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. അറബിക്കടലോരത്ത് അരൂർ മുതൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വരെ ദേശീയപാതയുടെ ഇരുവശത്തുമായി നീണ്ടുകിടക്കുന്നതാണ് ആലപ്പുഴ മണ്ഡലം. ഒരുപക്ഷെ ഇത്രയും നെടുനീളത്തിൽ മറ്റൊരു മണ്ഡലം ഉണ്ടാകില്ല. ദേശീയപാതയുടെ ഇരുവശത്തുമായുള്ള കിടപ്പ് ഇവിടെ വിധി നിർണ്ണയിക്കുന്നതിൽ തീരദേശത്തിന് പ്രധാന പങ്കുണ്ട്. കരിമണൽ ഖനനം, തീരദേശ ഹൈവേ, കടൽ ഭിത്തി നിർമ്മാണം, കയർ മേഖലയിലെ പ്രതിസന്ധികൾ, കർഷക ആത്മഹത്യ ഇവയെല്ലാം ചർച്ചയാകുന്നുണ്ട്. തോട്ടപ്പള്ളി മുതൽ ചെത്തി വരെയുള്ള തുറമുഖങ്ങളുടെയും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളുടെയും വികസനം, കുടിവെള്ളം, ആശുപത്രി വികസനം എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് തീരദേശത്തെ ചർച്ചാ വിഷയം. കടലോര മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, കായലോര മത്സ്യമേഖലയും ആലപ്പുഴയിൽ നിർണായക ഘടകമാണ്. അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ദേശീയപാതയിൽ നടക്കുന്ന വികസനം തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ടതുമാണ്. മത്സ്യമേഖലയിലേതുപോലെ കയർ മേഖലയുടെ ചിന്താഗതിയും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നു. 3 ക്യാമ്പുകളിലെയും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് R ശ്രീജിത്ത്, R റോഷിപാൽ, VS രഞ്ജിത്ത് എന്നിവരാണ്. സ്വാഗതം, 3 പേർക്കും സ്വാഗതം. ഗുഡ് ഈവനിങ്. നമുക്ക് വിശദമായി സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകളൊക്കെ നോക്കിയതിനു ശേഷം ഓരോ ക്യാമ്പുകളായി എടുത്ത് വിലയിരുത്താം. 3 പേരും തയ്യാറല്ലേ? R ശ്രീജിത്ത്, R റോഷിപാൽ, VS രഞ്ജിത്ത്. അപ്പോൾ ഞങ്ങളുടെ 3 പ്രതിനിധികളും തയ്യാറാണ്. നമുക്ക് ഇനി സ്ഥാനാർത്ഥികളെ ഒന്ന് പരിചയപ്പെടണം. അവരെ കൂടി നമ്മുടെ ഫ്ലോറിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാം. സിറ്റിംഗ് MPയിൽ നിന്ന് തന്നെ തുടങ്ങാം. CPIM സ്ഥാനാർത്ഥിയായി AM ആരിഫ് തന്നെയാണ് ഇക്കുറിയും ഇടതുപക്ഷത്തിന് വേണ്ടി പോരാട്ടത്തിനിറങ്ങുന്നത്. 2006 മുതൽ അരൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തിയ ആരിഫ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതനായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വൻ ഭൂരിപക്ഷത്തിന്റെ ആനുകൂല്യത്തിലും ഇടതുപക്ഷം അന്ന് പ്രതീക്ഷയർപ്പിച്ചിരുന്നു. ഈഴവ വോട്ടുകൾക്ക് കൃത്യമായ സ്വാധീനമുള്ള ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശന്റെ പരസ്യ പ്രസ്താവനകളുടെ പിൻബലവും ആരിഫിന് കിട്ടിയെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി എങ്ങനെയാണ് അവിടെ പോളിംഗ് ശതമാനത്തെ അത് ബാധിച്ചത്, എങ്ങനെയാണ് വിജയത്തിലേക്ക് എത്തിയത് എന്നുകൂടി പറയാം. 2019 10,90,112 പേർ പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോളിംഗ് ശതമാനത്തിലൊന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തി. AM ആരിഫിന് അന്ന് കിട്ടിയത്
4,45,981 വോട്ടുകളാണ്. ഷാനിമോൾ ഉസ്മാന് 4,35,496 വോട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണന് 1,87,729 വോട്ട് പിടിക്കാനാണ് കഴിഞ്ഞത്. അങ്ങനെ AM ആരിഫ് എന്ന CPIMന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷം 10,474 ഒതുങ്ങി. കഷ്ടിച്ച് 10,000 കടന്ന ഭൂരിപക്ഷത്തിൽ AM ആരിഫ് വിജയിച്ച ആലപ്പുഴയുടെ ഒഴുക്ക് ഇത്തവണ എങ്ങോട്ടാകും? പ്രവചനാതീതമാണെന്നേ പറയാൻ കഴിയൂ. അന്നത്തെ വെറുമൊരു കനൽത്തരി മാത്രമല്ല കേട്ടോ ഇന്ന് ആരിഫ്. കളം നിറഞ്ഞ് കളിക്കാൻ അറിയാവുന്ന സ്ഥാനാർത്ഥിയായി AM ആരിഫ് മാറിക്കഴിഞ്ഞു. MLA എന്ന നിലയിലും MP എന്ന നിലയിലും ആലപ്പുഴയിലെ തന്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും വെണ്ണിപ്പറഞ്ഞാണ് AM ആരിഫിന്റെ വോട്ട് തേടൽ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതീക്ഷയൊന്ന് കേൾക്കാം. എനിക്കതിനകത്ത് യാതൊരുവിധ ആശങ്കകളുമില്ല. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് ഞാൻ ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്ത സൗഹൃദമുണ്ട്. പിന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായ ഒരു വലിയ സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും 5 അസംബ്ലി മണ്ഡലത്തിലും LDF നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു, പുതിയ ടീമിനെ വെച്ചിട്ട് പോലും. അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെല്ലാം LDFന് നല്ലവണ്ണം അനുകൂലമാണ്. രാജ്യസഭയിൽ വല്ലാതെ പരുങ്ങലിലാണ് BJP. കാര്യം പല ചെറിയ കക്ഷികളുടെയൊക്കെ പിന്തുണ ആ സമയം നേടിയെടുത്താണ് പല ബില്ലുകളും പാസ്സാക്കിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഒരു അബ്സല്യൂട്ട് മെജോറിറ്റി BJPക്ക് പാർലമെന്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, രാജ്യസഭയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 പേരുടെ കുറവുണ്ട്. അപ്പോൾ അത് പരിഹരിച്ചു കൊടുത്തുകൊള്ളാം എന്നുള്ള ഒരു ധാരണ കാണുമായിരിക്കും. അത് ആ നിലയിലാണ്, ആ ലക്ഷ്യത്തോടെ ആയിരിക്കും വന്നത്. പക്ഷെ നടപ്പാക്കാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരം എന്നൊന്നും പറയാൻ കഴിയത്തില്ല. BJPയുടെ കുറച്ച് വോട്ടുകൾ ചിലപ്പോൾ കിട്ടിയേക്കും. അതെല്ലാം കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ AM ആരിഫ് പറഞ്ഞു നിർത്തിയിടത്തു നിന്ന് നമ്മൾ തുടങ്ങിയാൽ, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രഭാവത്തിൽ സകല മണ്ഡലങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണിട്ടും ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ചു എന്നതാണ് ആരിഫിന് ഇവിടെ ആശ്വാസമാകുന്ന വസ്തുത. സിറ്റിംഗ് MP എന്ന നിലയിൽ മികച്ച പ്രകടനം നടത്തിയെന്നാണ് ഇടത് കേന്ദ്രങ്ങളും ആരിഫും വിലയിരുത്തുന്നത്. ആലപ്പുഴയിൽ കാലങ്ങളായി തുടരുന്ന വിഭാഗീയത ഒരു പരിധിവരെ അവിടെ CPIMന് ക്ഷീണമുണ്ടാക്കുന്നുമുണ്ട്. നമുക്ക് ഇടത് ക്യാമ്പിലേക്ക് പോകാം. R. ശ്രീജിത്ത് നമുക്കൊപ്പം തയ്യാറാണ്. R. ശ്രീജിത്ത്, ഇടത് ക്യാമ്പിൽ പ്രതീക്ഷകൾ വാനോളമാണ്. 10,000 ആയിരുന്നെങ്കിൽ അതുക്കും മേലെ പോകാനുള്ള ഒരു സാധ്യത ഇത്തവണ ആരിഫിനുണ്ടോ? പ്രത്യേകിച്ചും KC മറുഭാഗത്ത്, ശോഭ മറുഭാഗത്ത് ഒക്കെ നിൽക്കുമ്പോൾ ഇടത് ക്യാമ്പിന്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ, ശ്രീജിത്ത്? സുജിയ, ഗുഡ് ഈവനിങ്. ആലപ്പുഴ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപ് വരെ. എന്നാൽ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ മത്സരം കടുത്തു എന്ന കാര്യം LDF ക്യാമ്പും തുറന്ന് സമ്മതിക്കുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ KC വേണുഗോപാലിന് ഒരു പ്രത്യേക വൈഭവമുണ്ട്. അത് ആലപ്പുഴ അനുഭവിച്ചറിഞ്ഞതുമാണ്. 96-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് KC വേണുഗോപാൽ ആദ്യമായി ആലപ്പുഴയിൽ എത്തുന്നത്. പിന്നീട് തുടർച്ചയായി നിയമസഭാ മണ്ഡലം, ആലപ്പുഴ മണ്ഡലം അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലായിരുന്നു. കണ്ണൂർകാരനായ KC ആലപ്പുഴ മണ്ഡലക്കാരനായി മാറി. 2009 മുതൽ ഇങ്ങോട്ട് ഈ നിയമസഭാ മണ്ഡലത്തിലും അദ്ദേഹം മത്സരിച്ച്, പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിച്ച് വിജയിച്ചു. അപ്പോൾ KC വേണുഗോപാലിന് മണ്ഡലത്തിൽ അദ്ദേഹം AICC നേതാവ് എന്നതിൽ ദേശീയ തലത്തിലേക്ക് രാഷ്ട്രീയം മാറ്റിയെങ്കിലും ആലപ്പുഴയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഒരു ഘട്ടത്തിലും മുറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് ഓഫീസ് നിലനിർത്തി പോന്നിരുന്നു. ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ സജീവമായി ഇടപെടുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു വിഷയമാണ്, ആ ഒരു ബന്ധം ആലപ്പുഴയുമായി KC വേണുഗോപാലിനുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ KC വേണുഗോപാലിനെ എഴുതിത്തള്ളയാൻ കഴിയില്ല എന്നൊരു ചിന്ത LDFനുണ്ട്. എന്നാൽ നേരത്തെ ആരിഫിന്റെ നമ്മൾ കണ്ട പ്രതികരണത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച പോലെ പ്രതികൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മണ്ഡലമാണ് ആലപ്പുഴ. അത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാടും കരുനാഗപ്പള്ളിയും ഒഴികെയുള്ള മറ്റ് ഈ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും LDFന് വിജയിക്കാനായിട്ടുമുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി ഇടതുമുന്നണിക്ക് അനുകൂലമാണ്. ആ രാഷ്ട്രീയ കണക്കിലാണ് ഇടതുമുന്നണി പ്രതീക്ഷ വെക്കുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതു രാഷ്ട്രീയ ചിത്രത്തിന് വിരുദ്ധമായി വിധിയെഴുതിയ അനുഭവവും ചരിത്രവും നേരത്തെ നമ്മൾ നൽകിയ കണക്കുകളിൽ ഉള്ളതുപോലെ തന്നെ ആലപ്പുഴയ്ക്കുണ്ട്. അതുകൊണ്ട് അത്തരം ചെറിയ ആശങ്കകളും LDF ക്യാമ്പിൽ ഇല്ലാതില്ല. എങ്കിൽ പോലും പൊളിറ്റിക്കൽ മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ ആരിഫിന് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് LDF ക്യാമ്പ് പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ R. ശ്രീജിത്ത് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ 13 ലക്ഷത്തിന് മേൽ വോട്ടർമാരുള്ള ആലപ്പുഴയിൽ 70% ഹിന്ദു വോട്ടുകളാണ്. 15% തുല്യ അനുപാതത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളും ആലപ്പുഴയിലുണ്ട്. ഇവരിൽ തന്നെ SNDP ലാറ്റിൻ വോട്ടുകൾ അത് എങ്ങോട്ട് ചായുമെന്നതും നിർണായകമാണ്. നായർ ധീവര വോട്ട് ബാങ്കും ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത കരുത്തനായ സ്ഥാനാർത്ഥിയെ ക്ഷണിക്കാം. UDFന് വേണ്ടി വീണ്ടും അംഗം കുറിക്കാൻ എത്തുന്നത് KC വേണുഗോപാലാണ്. കഴിഞ്ഞ തവണ 10,000 കൈവിട്ടു പോയ ആലപ്പുഴ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരാനായി
സിയെ തന്നെ ഇറക്കുകയാണ്. മണ്ഡലത്തിലെ മുൻ MP കൂടിയാണ് KC വേണുഗോപാൽ. പോരാട്ടത്തിന് സജ്ജമായിരിക്കുന്നു. ആലപ്പുഴ മണ്ഡലത്തിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 2014 CPIM-ലെ CB ചന്ദ്രബാബുവിനെ 19,407 വോട്ടുകൾക്ക് KC വേണുഗോപാൽ പരാജയപ്പെടുത്തി. അതിനു മുൻപ് 2009 എടുത്തു നോക്കിയാൽ അന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്വന്തമാക്കിയത് 57,635 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. പക്ഷേ 2019 പാർട്ടിയിലെ ഭാരിച്ച ഉത്തരവാദിത്തമൊക്കെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് KC വേണുഗോപാൽ മത്സരത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. 5 വർഷത്തിനിപ്പുറം അന്നുള്ളതിനേക്കാൾ 10 മടങ്ങ് ഉത്തരവാദിത്തം പാർട്ടിയിൽ KC വേണുഗോപാലിനുണ്ട്. AICC ജനറൽ സെക്രട്ടറിയാണ്. സംഘടനാ ചുമതലയും അദ്ദേഹത്തിനാണ്. രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസിന്റെ രാജ്യസഭാംഗവുമാണ് നിലവിൽ KC വേണുഗോപാൽ. സമീപ മണ്ഡലങ്ങളിൽ നിന്നെല്ലാം വൻ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയപ്പോൾ അവർക്ക് UDF-ന് കാലിടറിയ ആലപ്പുഴയിൽ ഒരു പരിധിവരെ അപ്രതീക്ഷിതമായിരുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ തോൽവി. ആ തോൽവിയിൽ നിന്ന് കരകയറാൻ എന്താണ് മുന്നിലുള്ള പദ്ധതി? നമുക്ക് KC-യോട് തന്നെ ചോദിക്കാം. KC പറയട്ടെ. ആലപ്പുഴ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഊർജ്ജം പകരുന്ന നാടാണ്. ആലപ്പുഴയിലെ ജനങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവരാണ് തീരുമാനിക്കേണ്ടത്. ആ ജനങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നെ അവർ അനുഗ്രഹിക്കുമെന്ന്. കേരളം ഒരിക്കലും കാണാത്ത കാഴ്ചകളല്ലേ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മമാരുടെ കണ്ണുനീര്, നമ്മുടെ ചെറുപ്പക്കാരുടെ കണ്ണുനീര്, വിദ്യാർത്ഥികളുടെ കണ്ണുനീര്, കൃഷിക്കാരന്റെ കണ്ണുനീര്, ഇതൊന്നും കാണാത്ത അന്ധതയോടെ നിൽക്കുന്ന ഒരു സർക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നത്. അഴിമതിയുടെ അങ്ങേയറ്റം, ജീർണതയുടെ അങ്ങേയറ്റം. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജനങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ LDF തോൽവി സമ്മതിച്ചു ആലപ്പുഴയിൽ. ഞാനിവിടെ ജയിച്ചാൽ ഒരു ഇതിലൊന്നും ബേജാറാവണ്ട. ഞങ്ങളുടെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ രാജ്യത്തെ ജനങ്ങളുടേതായിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു ഗവൺമെന്റ് ഉണ്ടാക്കുക. അപ്പൊ അതിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഓരോ ലോക്സഭാ സീറ്റും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതാണ് KC-ക്ക് പറയാനുള്ളത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് KC വേണുഗോപാൽ തന്റെ സ്വന്തം തട്ടകമായ ആലപ്പുഴയിൽ തിരിച്ചെത്തുന്നത്. ഇത്തവണയും KC തന്നെയാണോ ശ്രദ്ധാകേന്ദ്രം? നമുക്ക് റോഷിപാലിനോട് ചോദിക്കാം. റോഷിപാൽ, വെൽക്കം ബാക്ക്. KC-ക്ക് ഈസിയാണോ കാര്യങ്ങൾ? AM ആരിഫിനെ കടുപ്പമാക്കുമോ KC? എന്നിട്ട് വിജയം പഴയതുപോലെ തന്നെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരുമോ? സുജയ, നേരത്തെ ശ്രീജിത്ത് പറഞ്ഞു വെച്ചിരുന്ന് തുടങ്ങേണ്ടി വരും. ഒന്ന്, 1996 യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്നും ആലപ്പുഴയിലേക്ക് വണ്ടി കയറിയതാണ് KC വേണുഗോപാൽ എന്ന നേതാവ്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് കണ്ണൂരേക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല. തുടർച്ചയായി അവിടെ MLA ആകുന്നു. പിന്നീട് ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കാലം MP ആയി ആലപ്പുഴയെ പ്രതിനിധീകരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാവായി നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു ആലപ്പുഴയുടെ മണ്ണിലേക്ക് KC എത്തുന്നത്. ഏതായാലും സംസ്ഥാനത്ത് UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങുമ്പോൾ കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട പട്ടിക തയ്യാറാക്കുമ്പോഴൊക്കെ ആലപ്പുഴയിലെ നേതാക്കളൊക്കെ ഒരേപോലെ പറഞ്ഞത് KC വേണുഗോപാലിന്റെ പേര് മാത്രമായിരുന്നു. KC വേണുഗോപാൽ വന്നാൽ മാത്രമേ ആലപ്പുഴ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടായിരുന്നു. അത് ഗ്രൂപ്പിന് അതീതമായി അങ്ങനെ തന്നെയായിരുന്നു അവർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചത് KC ആലപ്പുഴയിലേക്ക് വരണമെന്നാണ്. KC ജയിക്കുമെന്ന് കണക്കുകൂട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആലപ്പുഴയുമായി KC വേണുഗോപാലുള്ള ബന്ധം തന്നെയാണ്. ഈ 2.5 പതിറ്റാണ്ട് കാലത്തിനോളം KC-ക്ക് ആലപ്പുഴയിലുള്ള സൗഹൃദങ്ങൾ, ആലപ്പുഴയിൽ MP ആയിരിക്കുമ്പോൾ, MLA ആയിരിക്കുമ്പോൾ, മന്ത്രിയായിരിക്കുമ്പോൾ അവിടെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് വിജയിക്കാനുള്ള കാരണമായി വോട്ട് KC വേണുഗോപാലിന് അനുകൂലമായി ആലപ്പുഴയിലെ വോട്ടർമാർ രേഖപ്പെടുത്തുമെന്ന് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം KC വേണുഗോപാൽ ആലപ്പുഴയിൽ MP അല്ലാതിരുന്നിട്ടും ആലപ്പുഴയിൽ ഒരു ഓഫീസ് സ്ഥാപിക്കുകയും ആ ഓഫീസ് കൃത്യമായി പ്രവർത്തിക്കുകയും ആലപ്പുഴയിലെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തിരുന്നു KC. മാത്രമല്ല, എല്ലാ മാസവും ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും ആലപ്പുഴയിലേക്ക് KC വേണുഗോപാൽ എത്തിയിരുന്നു. ആലപ്പുഴയുമായുള്ള ബന്ധം നഷ്ടമാകരുത് എന്ന കൃത്യമായ ഒരു പ്രതിജ്ഞയോടെ ആലപ്പുഴയെ കാത്തു സൂക്ഷിക്കാൻ KC ശ്രമിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ പറയുന്നത്. അത് മാത്രം മതി KC വേണുഗോപാലിനെ വീണ്ടും ആലപ്പുഴയിലെ വോട്ടർമാർ പാർലമെന്റിലേക്ക് അയക്കാനുള്ള കാരണമായി കരുതുന്നു. മറ്റൊന്ന്, ദേശീയ രാഷ്ട്രീയത്തിലെ KC വേണുഗോപാൽ എന്ന നേതാവിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ നേതൃമികവ്. ഒന്ന്, ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി നിൽക്കുന്ന KC വേണുഗോപാൽ പാർലമെന്റിൽ ഉണ്ടാകേണ്ട സാഹചര്യം, ലോക്സഭയിൽ ഉണ്ടാകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ചർച്ചയാക്കുന്നതും. അതുകൊണ്ട് ഒന്ന്, ലോക്സഭയിൽ കോൺഗ്രസിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യം, ആ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടതാണ് ഇപ്പോൾ ഈ രാജസ്ഥാനിലെ ആ രാജ്യസഭാ അംഗത്വം പോലും കളഞ്ഞ് ഇവിടെയൊന്നും ലോക്സഭയിലേക്ക് KC എത്തിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നതും എന്നാണ് ഇതിനായി ഇപ്പോൾ എതിർ രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മറുപടി. ഏതായാലും UDF ക്യാമ്പിന്
ഒട്ടും സംശയമില്ല, ഒട്ടും ആശങ്കയുമില്ല. കെ.സി. വേണുഗോപാൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് UDF ക്യാമ്പ് ഇപ്പോഴും പ്രതീക്ഷയർപ്പിക്കുന്നത്. ഓക്കെ റോഷിപാൽ, അങ്ങനെയാണ് എങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയത്ര വോട്ടുകൾ NDAക്ക് കിട്ടാതിരിക്കണം. അങ്ങനെ സംഭവിക്കുമോ? രണ്ടുപേർ വന്നു കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ ആൾ. സംസ്ഥാനത്തെ വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാൾ ശോഭ സുരേന്ദ്രൻ. BJPയുടെ 5 സ്ഥാനാർത്ഥികൾ വനിതകളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ NDA മത്സരരംഗത്തിറങ്ങുന്ന 20 സ്ഥാനാർത്ഥികളിൽ 5 പേർ വനിതകളാണ്. അതിലേറ്റവും ശക്തിയായ വനിതാ സാന്നിധ്യമാണ് ശോഭ സുരേന്ദ്രൻ. BJPയെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലമല്ല ആലപ്പുഴ. പക്ഷേ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ നിർണായകമായ വോട്ട് വിഹിതം, അതിന്റെ കാര്യത്തിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ വന്നിട്ടുണ്ട് ആലപ്പുഴയിൽ. അതിന്റെ കണക്ക് പറഞ്ഞാൽ 2009 കേവലം 20,000 വോട്ടുകൾ പോലും അവകാശപ്പെടാനുണ്ടായിരുന്നില്ല BJPക്ക്. വർഷങ്ങൾക്കിപ്പുറം 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ 2019 കിട്ടിയത് 1,87,000-ലധികം വോട്ടുകളാണ്. 2014 ബാലറ്റിൽ വീണത് 40,000 വോട്ടുകൾ. അന്നോളം സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ BJPക്ക് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥികളില്ല എന്നതായിരുന്നു. ആദ്യമായി താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിയതോടെ വോട്ടുകളിൽ ഉണ്ടായത് വൻ വളർച്ചയായിരുന്നു. അത് 2019 കണ്ടു. ഇത്തവണ സാക്ഷാൽ ശോഭ സുരേന്ദ്രൻ തന്നെ ഇറങ്ങുമ്പോൾ അതുക്കും മേലെ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. BJPയുടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായാണ് ശോഭ സുരേന്ദ്രൻ എത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ വരും എന്നുള്ളത് ആദ്യഘട്ടത്തിലൊന്നും ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച ഡോക്ടർ KS രാധാകൃഷ്ണന്റെ പേരാണ് പ്രധാനമായും പറഞ്ഞു കേട്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ പോലും സൂചനയില്ലാതെ ആലപ്പുഴയിലേക്കുള്ള ശോഭ സുരേന്ദ്രന്റെ ക്രാഷ് ലാൻഡിംഗ്. BJP ഇത്തവണ ഈഴവ വോട്ടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ശോഭ സുരേന്ദ്രനെ രംഗത്തിറക്കിയതെന്നുള്ളത് വ്യക്തമാണ്. BDJSന്റെ പിന്തുണ കൂടി ഉറപ്പാക്കിയാൽ കൂടുതൽ വോട്ട് പിടിക്കാം, അതാണ് അവരുടെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ ഡോക്ടർ KS രാധാകൃഷ്ണൻ നേടിയതിനേക്കാൾ അധികം വോട്ടുകൾ ശോഭ സുരേന്ദ്രൻ പിടിക്കും എന്നാണ് നേതൃത്വം കരുതുന്നത്. ശോഭ സുരേന്ദ്രന് ആലപ്പുഴയിലെ അംഗം കുറിക്കുമ്പോൾ പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാം. KC വേണുഗോപാലിനും AM ആരിഫിനുമെതിരെ ശോഭ ഇറങ്ങുമ്പോൾ പ്രതീക്ഷ എന്ത്? ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നാണ് രണ്ട് മുന്നണികളും പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അധികകാലം പാവങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ഒരു അപ്പാരൽ പാർക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇവിടുത്തെ അമ്മമാർക്ക് വേണ്ടി അവിടെ നേരിട്ട് 10,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംവിധാനവും ഉപോത്ബലകമായിട്ട് 1,00,000-ഓളം ആളുകൾക്ക് ജീവിക്കാൻ, അല്ലാതെ ഞാൻ നിങ്ങൾക്ക് തേനും പാലും ഒഴുക്കി തരാമെന്നൊന്നുമല്ല പറയുന്നത്. ഓരോ സെക്ടറിനെയും നമുക്ക് പുനരുജ്ജീവിപ്പിക്കണം. അതിനകത്ത് പൂട്ടിയിടപ്പെട്ട കയർ വ്യവസായം ഉണ്ടാകണം. ഈ എന്ത് മനോഹരമായിട്ടാണ് ആലപ്പുഴയിലെ കയർ ഫാക്ടറികളിൽ നമ്മുടെ തൊഴിലാളികളുടെ അധ്വാനം കൊണ്ട് അവർ കയറുണ്ടാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് കേരളത്തിൽ മുഴുവൻ പിടിച്ചുവെച്ച പെൻഷൻ തുക മുഴുവൻ കൊടുത്തിട്ട് മതി ഇനി മന്ത്രിമാർ ആർഭാടമായി കാറിൽ സഞ്ചരിക്കുന്നത്. കറുത്ത തുണിയുടുത്തവരെ പേടിയായിരുന്നല്ലോ. ഞാൻ ഉൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടയാനുണ്ടാകും ഈ മുഖ്യമന്ത്രിക്കെതിരെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്നത്. ഒരൊറ്റ പൈസ പോലും കൊടുക്കാതിരിക്കാൻ സമ്മതിക്കില്ല. BJPയുടെ ഫയർ ബ്രാൻഡ് വനിതാ നേതാവാണ് ശോഭ സുരേന്ദ്രൻ. കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ വലിയ മുന്നേറ്റം നടത്തിയ ശോഭ സുരേന്ദ്രന്റെ പേര് ഇത്തവണ കോഴിക്കോടടക്കം പല മണ്ഡലങ്ങളിലും ഉയർന്നു കേട്ടതാണ്. നിലവിൽ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. 2016 നിയമസഭയിലേക്ക് മത്സരിച്ച പാലക്കാട് 2ാം സ്ഥാനത്തെത്തിയിരുന്നു. 2019 ആറ്റിങ്ങലിൽ കാഴ്ചവെച്ച പോരാട്ടവീര്യം ആലപ്പുഴയിലും തുടരേണ്ടത് ശോഭ സുരേന്ദ്രനും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ വളരെ നിർണായകമാണ്. ആലപ്പുഴയിൽ കൂടുതലായി നേടുന്ന ഓരോ വോട്ടും ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ച പാർട്ടിയിൽ താൻ എത്ര അനിവാര്യമായ ഘടകമാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ്. VS രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട്. VS രഞ്ജിത്ത്, വെൽക്കം ബാക്ക്. ശോഭ സുരേന്ദ്രന് വ്യക്തിപരമായും ഇത് പ്രൂവ് ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിൽ അത് പെട്ടെന്ന് ഒഴുകി വന്നതല്ല, ശബരിമല കൊണ്ടുവന്നതല്ല. ശോഭ സുരേന്ദ്രൻ എന്ന കാൻഡിഡേറ്റിന്റെ മികവിന് കിട്ടിയതാണ് എന്ന് തെളിയിക്കണമെങ്കിൽ ആലപ്പുഴയിലും അതേ പെർഫോമൻസ് കാഴ്ചവെക്കണം. KC കൂടി മറുഭാഗത്തുണ്ട്. ആലപ്പുഴ എളുപ്പമാകുമോ ശോഭയ്ക്ക്? സുജയ, ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ച് അവർ മത്സരിച്ച സ്ഥലത്തെല്ലാം തന്നെ അവർക്ക് വോട്ട് ഇരട്ടിയാക്കുകയോ വോട്ട് വൻതോതിൽ വർദ്ധിപ്പിക്കുകയോ ചെയ്തിട്ടുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഇരട്ടിപ്പിക്കാനും വോട്ട് വർദ്ധിപ്പിക്കാനും ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആറ്റിങ്ങലിലെയും പാലക്കാട്ടെയും ഉദാഹരണമൊക്കെ നേരത്തെ വോട്ടിൻ്റെ കണക്ക് പ്രകാരം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ആറ്റിങ്ങലും പാലക്കാട്ടും മാത്രമല്ല, ആലപ്പുഴയിൽ വന്നിറങ്ങിയപ്പോൾ എവിടെയാണ് ഏത് മർമ്മത്ത് പിടിക്കണമെന്ന് ശോഭ സുരേന്ദ്രൻ അറിയാം. അവർ KC വേണുഗോപാലിനെതിരെ വലിയ ആരോപണം, അതിൻ്റെ തെളിവുകൾ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ തെളിവുകൾ കൊണ്ടുവന്നു എന്നുള്ളതല്ല, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അവരുന്നയിക്കുന്ന ആരോപണങ്ങളുണ്ട്. അത് അവർ ലക്ഷ്യം വെക്കുന്നത് ആലപ്പുഴയിലെ തീരദേശത്തെയാണ്, അവിടുത്തെ തീരദേശ വോട്ടുകളെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ധീവര വോട്ടുകൾ വളരെ പ്രധാനമാണ്. KS രാധാകൃഷ്ണന് കഴിഞ്ഞ തവണ ഏറ്റവും ഗുണകരമായതും ആലപ്പുഴയിലെ ധീവര വോട്ടുകളായിരുന്നു. ആ വോട്ട് ബാങ്ക് ഒട്ടും ചോർന്നു പോവാതെ കിട്ടണമെങ്കിൽ ആലപ്പുഴയുടെ തീരദേശത്തെ പിടിക്കണം എന്ന് അവർക്കറിയാം. മാത്രമല്ല, അവിടുത്തെ നരേന്ദ്രമോദി വന്ന തിരുവനന്തപുരത്തെ ചടങ്ങിൽ അവർ ഏറ്റവും കൂടുതൽ ചേർത്ത് വെച്ചത് SNDP ആണ്. അവർ പുകഴ്ത്തി പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അവർക്കറിയാം BDJSന്റെയും SNDPയുടെയും വോട്ടില്ലെങ്കിൽ ആലപ്പുഴയിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ കൃത്യമായി എവിടെ വോട്ട്
വോട്ട് ബാങ്കാണ്, ഏത് വോട്ട് ബാങ്കിൽ പിടിച്ചാൽ കാര്യം നടക്കുമെന്ന് കൃത്യമായി അറിയാവുന്ന, എങ്ങനെ പറഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന് അറിയാവുന്ന, കൃത്യമായി കണക്കറിഞ്ഞ് കളമറിഞ്ഞ് കളിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയാണ് ആലപ്പുഴയിൽ ഇത്തവണ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റ്. മാത്രമല്ല, മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ BJPക്ക് സാധിക്കുന്നുണ്ട്. BDJSന്റെ പിന്തുണയുള്ളതുകൊണ്ട് തന്നെ അവിടെ വോട്ട് ഉയർത്താൻ പറ്റുന്നു. AV താമരാക്ഷൻ 2014 നേടിയതോ അതിനു മുമ്പ് 2004 നേടിയതോ ഒന്നുമല്ല. 2004 19,000 ആയിരുന്നെങ്കിൽ അത് AV താമരാക്ഷൻ എത്തുമ്പോൾ 40,000 മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ നമുക്കറിയാം, ഇവിടെ 2019 KS രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ 1,80,000 എത്തി. അതിൽ കൂടുതൽ വോട്ടുകൾ, 2.5 ലക്ഷത്തോളം വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത്. അവർക്ക് ഒരു കമ്മ്യൂണിറ്റി പിൻബലമൊന്നുമില്ല. കാരണം അവിടെ അവർ ഈഴവ സമുദായമാണെങ്കിൽ കൂടി അത് ഈ പറയുന്ന തെക്കോട്ടുള്ള ഒരു ഈഴവ സമുദായമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രത്തോളം SNDP വോട്ട് കിട്ടുമെന്നുള്ള സമുദായത്തിൻ്റെ കണക്കല്ല. പക്ഷേ അവർ SNDPയുടെ പിന്തുണ പൂർണ്ണമായി ഉറപ്പിക്കുന്നുണ്ട്, BDJSന്റെ പിന്തുണ പൂർണ്ണമാക്കുന്നുണ്ട്, ധീവര കമ്മ്യൂണിറ്റിയുടെ പിന്തുണ ഉറപ്പാക്കുന്നുണ്ട്, NSSന്റെ പിന്തുണയ്ക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് കൃത്യമായി നടത്തുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഇടതു വലതു മുന്നണികൾ ശോഭാ സുരേന്ദ്രനെ പേടിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് പറയാൻ പറ്റുക. ആർ റോഷിപാൽ, ആർ ശ്രീജിത്ത് എന്നിവരാണ് ആലപ്പുഴ മണ്ഡലത്തിലെ 3 ക്യാമ്പുകളുടെയും പ്രതീക്ഷകൾ, കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ് എന്ന് ഇഴകീറി പരിശോധിച്ചതും പ്രേക്ഷകരിലേക്ക് എത്തിയതും. നമുക്കൊപ്പം സ്ഥാനാർത്ഥികൾ LDFന്റെ AM ആരിഫ്, UDFന്റെ KC വേണുഗോപാൽ, ഒപ്പം NDAയുടെ ശോഭാ സുരേന്ദ്രൻ, 3 പേരും നമുക്കൊപ്പം എത്തി. അവരുടെ 3 പേരുടെയും ജയസാധ്യതകൾ എങ്ങനെയൊക്കെയാണ്, അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ വിലയിരുത്തിയത്.